ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 3-3.5 വയസ്സുള്ള കുട്ടിക്ക് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്ക് വശം ഇതുപോലെ ഒരു വള്ളിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുകൾ വശത്തിൽ ഏരിങ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. മുകൾ വശത്തേക്ക് ഞാൻ ഏകദേശം 1/2 മീറ്ററാണ് മെറ്റീരിയൽ വാങ്ങിയത് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അത് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുത്തകലും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോൾഡർ ഒരു 2.5, ടോട്ടൽ ഒരു 4.5 ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ 4 ഇഞ്ച് എടുക്കാം കേട്ടോ. ആം ഹോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്ന 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ ഒന്നിച്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ 2 ഇഞ്ച് തന്നെയാണ് എല്ലാത്തിനും കൊടുക്കാറ്. 2 ഇഞ്ച് ഇതുപോലെ കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. പിന്നെ നമ്മുടെ ലെങ്ത്ത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. ലെങ്ത്ത് എനിക്ക് 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിനൊന്നിച്ച് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. അടിവശം കുറച്ച് വലുതായിട്ട് തന്നെ മടക്കി അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ഇഞ്ച് കൊടുക്കുന്നത്. പിന്നെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാം. നമ്മൾ ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്താൽ തന്നെയാണ് താഴത്തും മാർക്ക് ചെയ്യുന്നത്, വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കൈക്കുഴിയും കൂടി വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇതിൽ നിന്ന് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വേറെ വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമുക്ക് എത്രയാണ് നമ്മൾ കഴുത്ത് ഇറക്കം വേണ്ടതെന്ന് നോക്കാം. ഞാൻ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. കഴുത്തിൻ്റെ അകലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ഇഞ്ചിന്ന്. അപ്പോൾ അതൊരു ബോക്സാക്കി വരച്ചിട്ട് നമുക്ക് റൗണ്ട് കഴുത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ബാക്ക് വശത്ത് വള്ളി വെക്കുമ്പോൾ കുറച്ച് അവിടെ ഒരു വീതിക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ, അത് കട്ട് ചെയ്യുന്നത് വെച്ചാൽ 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് വീതിക്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഏകദേശം 2 ഇഞ്ച് വീതിക്ക് നമുക്ക് വരുമല്ലോ. അപ്പോൾ 1 ഇഞ്ച് വീതിക്ക് താലോളം മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ നെക്കിന് ഞാൻ അന്നേരം കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഷേപ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു യു അല്ല വി യു അല്ല, അങ്ങനത്തെ ഒരു ഷേപ്പും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ല തുണിയാണ്. ഫ്രണ്ട് ഭാഗത്ത് നല്ല തുണിയുടെ മുകളിൽ നമ്മൾ ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുത്തടിക്കാം. അതായത് കഴുത്തടിക്കണം, അതുപോലെ ആം ഹോളും അടിക്കണം. താഴ്വശത്തോളം ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട്. നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് മാത്രം അടിക്കാൻ പാടില്ല, ബാക്കി മൊത്തം. അതുപോലെ താഴ്വശത്തും അടിക്കുന്നില്ല. അത്ര പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത്ര പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ട്, ഫുള്ളായിട്ട് ചെറിയ ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നേരെയാക്കി എടുക്കുക. പിന്നെ നല്ല വശത്ത് കൂടി നമ്മൾ അടി കൊടുക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നല്ല വശത്ത് കൂടി അടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല വശത്ത് കൂടി അടി കൊടുക്കുന്നില്ല കേട്ടോ, ലാസ്റ്റ് അവസാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നേരെയാക്കി എടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് വശം നോക്കാം കേട്ടോ. ബാക്ക് വശത്തിന് നല്ല തുണിയുടെ മുകളിൽ ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് വെച്ചിട്ട് ആ ഒരു കഴുത്തില്ല, ഞാൻ അതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുന്നതിന് നമ്മൾ അടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കഴുത്ത് അതുപോലെ വരച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ 1/2 ഇഞ്ച് മുതലാണ് നമ്മൾ വള്ളി വെക്കേണ്ട ഒരു നാടാർക്കത്തെ സാധനം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത്ത് വേണ്ട നോക്കാം. 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ട. 12 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതുപോലെ തന്നെ താഴ്വശത്ത് 12 ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1/2 ഇഞ്ച് മുതൽ താഴത്തെ 1/2 ഇഞ്ച് വരെ എത്രയുണ്ട് നോക്കാം. എനിക്ക് ഏകദേശം ഒരു 8 ഇഞ്ചോളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ ഏകദേശം 2 ഇഞ്ച്, ഏറ്റവും ചെറിയ അളവ് 2 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ 2 ഇഞ്ച് എടുത്തിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് 2 ഇഞ്ച് 2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രോക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ സാധാരണ പാവാടേൻ്റെ സെറ്റ് പാവാടേൻ്റെ ഒക്കെ വള്ളി അടിക്കുന്നതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുന്ന രീതിക്കും എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ഇതുപോലത്തെ വള്ളിയാക്കി എടുക്കാം. അപ്പോൾ അത് ഞാൻ ഏകദേശം 2 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ 1 ഇഞ്ച് അങ്ങനെ കിട്ടുമല്ലോ. 2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത്ര എണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തില്ല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് നല്ല തുണിയുടെ മെത്തിലേ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നമുക്കത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം മൊത്തത്തിലായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കഴുത്തടിക്കുക, അതുപോലെ താഴത്തേക്ക് അടിക്കുക, പിന്നെ കൈക്കുഴി എടുക്കുക. ഷോൾഡർ അടിക്കാൻ പാടില്ല കേട്ടോ. കൈക്കുഴി അടിക്കുക, ഓപ്പോസിറ്റ് സൈഡും ഒക്കെ അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ ഭാഗവും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് വശത്തിന് നല്ല വശത്തോട് ഫ്രണ്ട് വശത്തിന് നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 ഷോൾഡറും ജോയിൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെയൊക്കെ നല്ല വശത്തെ കൂടി അടിച്ചെടുക്കണം. അതുപോലെ കൈക്കുഴിയുടെ നല്ല വശത്തെ അടിക്കണം. അതുപോലെ ബാക്കിൽ നമ്മൾ ഇത് നമുക്ക് സൈഡിലേക്ക് ഒരു വള്ളി കണക്ക് സാധനം വെച്ചില്ലേ അതിൻ്റെയൊക്കെ സൈഡിലേക്ക് കൂടി ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ 2 സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് പ്ലെയിൻ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡിസൈനൊന്നുമില്ല, നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കല്ല കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് B7000 ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ B7000 ഗം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഡിസൈൻ. പാവാട വരുന്നത് പിങ്ക് കളറാണ്, അതുകൊണ്ട് പിങ്ക് കളർ വരുന്നതാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ, ഒട്ടിച്ച് കൊടുക്കണം അത്രയും. അപ്പോൾ ഇതുപോലെ ആദ്യം വെച്ച് നോക്കാം. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് വശത്ത് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. താഴ്വശത്ത് ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, പറഞ്ഞു തരാം എങ്ങനെയാണെന്നില്ലേ. അപ്പോൾ ഇത് നമ്മുടെ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അരക്ക് എന്ന പട്ടയില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ അരവണ്ണം എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിളായിട്ട് എടുക്കുക. ഇപ്പോൾ 10 ആണെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് 20 അങ്ങനെയാണ് എടുക്കുന്നത്. 20ഉം പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സാറ്റിൻ്റെ ലൈനിങ് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 15 ാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. 15ഓളം ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിൻ്റെ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. നെറ്റിൻ്റെ ലൈനിങ് ഞാൻ 14 എടുക്കുന്നുള്ളൂ, കാരണം അടിവശം മടക്കി അടിക്കുന്നില്ല, അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുന്നത്. മറ്റ് സാറ്റിൻ്റെ ഒക്കെ നമ്മൾ അടിവശം 2ആയിട്ട് മടക്കി അടിക്കുന്നതുകൊണ്ട് അത്ര പോലെ എടുത്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ ഫ്രില്ലിട്ട് വെക്കാം. ഷിഫ്റ്റ് നെറ്റ് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രില്ലിട്ട് ചെയ്യാം. ഷിഫ്റ്റ് നെറ്റിന് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഷിഫ്റ്റ് നെറ്റ് ഇതിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് 2 ഇഞ്ച് താഴത്തേക്ക് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഏറ്റവും താഴത്തേക്ക് ലെങ്ത്ത് അധികം ഇല്ല കേട്ടോ, അധികം വെക്കുന്നില്ല, ഇത്രയാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്നിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുക. എത്രയാണ് നമ്മുടെ അരവണ്ണം വരുന്നത്, ഡബിളായിട്ടല്ല എടുത്തത്, ആ അരവണ്ണത്തിൻ്റെ അത്രയും നമുക്കിതുപോലെ ഒന്ന്
ഫ്രില്ലിട്ടെടുക്കുക. അതുപോലെ നെറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്യാം. നമ്മൾ അരവണത്തെ കണക്കായിട്ടാണ് എല്ലാം ഫ്രില്ലിട്ടെടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ 2 സൈഡും കൂടി ജോയിൻ ചെയ്യാം. നെറ്റും പിന്നെ സാറ്റിൻ്റെ ലൈനിങ്ങും കോട്ടൻ്റെ ലൈനിങ് 3 അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് ആദ്യം കോട്ടൻ്റെ ലൈനിങ് വെക്കാം, അതിൻ്റെ മുകളിൽ സാറ്റിൻ്റെ ലൈനിങ് ഇട്ട് കൊടുക്കാം, അതിൻ്റെ മുകളിൽ നെറ്റിൻ്റെ ലൈനിങ് അല്ല നെറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് ഫ്രോക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സാറ്റിന് നേരത്തെ ഉണ്ടാക്കിയില്ലേ അരക്ക് വെക്കേണ്ട പട്ട, അതിൻ്റെ ഒരറ്റം നമ്മൾ 2ആയിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് നല്ല വശം ഇവിടെ വരുന്ന രീതിക്ക് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അത് മൊത്തം ഇത് 2 വശം കണ്ടു, രണ്ടും ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. റൗണ്ടിൽ അടിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം അതിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ചെയ്തതിന് ശേഷം നമുക്കിത് പോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിക്കുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിടണം. നമുക്ക് അലാസ്റ്റിക് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ആദ്യം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അലാസ്റ്റിക് എടുക്കുന്നത് നമ്മുടെ കറക്റ്റ് അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ 2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ അലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തോ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഡ്രസ്സിന് മാച്ചായിട്ട് ചെറിയൊരു ഹെയർ ബാൻഡും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.